കൗതുകകരമായ ഒരു വാർത്തയാണ് അല്ലെ. സാധാരണ നമ്മൾ സലൂണിലൊക്കെ പോകുമ്പോൾ കുറെ പുസ്തകങ്ങൾ, സിനിമ, മാഗസിൻസ് ഒക്കെ കിടക്കുന്നുണ്ടാവും. എന്നാൽ തികച്ചും വ്യത്യസ്തമാണ് മറ്റൊരു സലൂണിലെ കാര്യം. സാധാരണ കരുതുന്നത് പോലുള്ള പത്രങ്ങളും ആനുകാലികങ്ങളും ഒന്നും അല്ല ഇവിടെയുള്ളത്. ഇതിനൊരു അപവാദമായിട്ട് തിരുവനന്തപുരം നേമത്ത് ഒരു സലൂണുണ്ട്. അപവാദമാണോ, കൗതുകമാണോ, അതോ ഇനി അറിവാണോ എന്നൊക്കെ ഈ റിപ്പോർട്ട് കണ്ടാലാണ് മനസ്സിലാകുക. ആ റിപ്പോർട്ടിലേക്ക്. നേമം പോലീസ് സ്റ്റേഷന് എതിർവശത്താണ് സുരേഷ് കുമാറിന്റെ ഹെയർ വ്യത്യസ്തൻ ബാലൻ മാത്രമല്ലെന്ന് പറയാതെ പറയുകയാണ് സുരേഷ് കുമാർ. മുടി വെട്ടിക്കാനും ഫേഷ്യൽ ചെയ്യാനുമൊക്കെ ഇവിടെ വരുന്നവർക്ക് കാത്തിരുന്ന് മുഷിയേണ്ടി വരില്ല. അപൂർവ നാണയങ്ങളുടെയും നോട്ടുകളുടെയും ശേഖരമാണ് കടയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 20 വർഷമായി തുടങ്ങിയ ശേഖരത്തിൽ 100-ലധികം രാജ്യങ്ങളുടെ നാണയങ്ങളും കറൻസികളും ഇടം പിടിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഓരോ പയ്യന്മാരെ കൊണ്ട് തരുവാണ്. അങ്ങനെ പലരും എൻ്റെ കസ്റ്റമർമാർ പലരും വിദേശികളായിട്ട് ഓർബിറ്റ് ഇരുന്നപ്പോഴത്തേക്ക് വിദേശികൾ വരുമായിരുന്നു. അവരെ നോക്കുകയാണ് ഈ വിദേശ കറൻസികൾ കൂടുതൽ റെയറായിട്ട് കിട്ടാത്ത സ്ഥലങ്ങളിലുള്ള കോയിൻസും കറൻസി കളക്ട് ചെയ്തത്. മകന്റെ സ്കൂളിലെ എക്സിബിഷന് വേണ്ടിയാണ് പ്രദർശന രൂപത്തിലാക്കിയത്. അങ്ങനെ വെച്ചപ്പോഴത്തേക്ക് വീട്ടിൽ ഇരിക്കുന്നേക്കാളും കടയിൽ ഇരുന്ന 10 പേര് കാണുമല്ലോ എന്നുള്ളതിൽ വെച്ചതാണ്. ഫ്രെയിം ചെയ്യാതെ കയ്യിൽ സൂക്ഷിക്കുന്നത് ഉണ്ട്. വീട്ടിൽ കോയിൻസും ഉണ്ട്, കറൻസിയും ഉണ്ട്. ഞാൻ പിന്നെ പലർക്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉള്ളതൊക്കെ എനിക്കറിയാമെന്നുള്ള കൊച്ചുകുട്ടികളൊക്കെ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സ്കൂളിൽ വയ്ക്കാൻ കാണിക്കുന്നതാണെന്ന് പറയുമ്പോഴത്തേക്ക് കോയിൻസും കറൻസിയും കൊടുക്കാറുണ്ട്. എൻ്റെ കിട്ടുന്നത് മാക്സിമം കൊടുക്കും. കുട്ടികളാണ് കൂടുതലും വന്ന് അത്ഭുതപ്പെട്ട് നോക്കണത്. അവർ കണ്ടിട്ടില്ല. പിന്നെ നമ്മളെ സമപ്രായത്തിലുള്ളവരും കാണാം. അവരെ ജനിക്കുന്നതിന് മുമ്പേയുള്ള സാധനം ഉണ്ടല്ലോ എന്നുള്ളതിൽ കാണാറുണ്ട്. ഒരുപാട് ചോദിക്കാറുണ്ട്. ചോള ചേര ഭരണകാലത്തിൽ തുടങ്ങി തിരുവിതാംകൂറിന്റെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഒപ്പം വിവിധ രാജ്യങ്ങളുടെയും നാണയങ്ങൾ, അതുപോലെ കറൻസികൾ, ചരിത്രത്തെയും ഓരോ നാടിന്റെ സംസ്കാരത്തെയും അടയാളപ്പെടുത്തുന്നവ കടയിലെത്തുന്നവർക്ക് പുതുമ. പല രാജ്യങ്ങളുടെ കോയിനും നോട്ടും കാണാൻ കഴിയുന്നുണ്ട്. അത് മറ്റുള്ളവർ കാണാൻ പറ്റിയതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കോവിഡ് സാമ്പത്തികമായി ഞെരുക്കിയതോടെ ഇതൊക്കെ വിറ്റാലോ എന്നും ആലോചനയുണ്ട്. എൻ്റെ മക്കളൊക്കെ പറയണത് എന്തായാലും കൊടുക്കൽ സൂക്ഷിച്ച് വെക്കണം, എത്ര വർഷം ചെന്നാലും അത് നല്ല ഇതാണെന്ന് പറയും. എനിക്കും വച്ചേക്കണമെന്നാണ് താല്പര്യം. സാഹചര്യം. സിറിലിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഏതായാലും കൊള്ളാം അല്ലേ. കാരണം ഈ കാത്തിരിഞ്ഞു മുഷിക്കും എന്നുള്ളൊരു ഇതാണ്. മറ്റുള്ളവർ മുടി വെട്ടി കഴിയുന്നത് വരെ ആ ഒരു മുഷിച്ചിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. വളരെ നല്ല കൗതുകം. മാത്രമല്ല സ്മിത, ഈ കോയിൻ കളക്ഷനും ഈ സ്റ്റാമ്പ് കളക്ഷനും ഒക്കെ ഉള്ള നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്കൂൾ കാലഘട്ടമാണ് വല്ലാതെ ഓർമ്മ. അതെ.